അപ്പോൾ നമുക്ക് അനിൽ മാഷെ വളരെ സ്നേഹപൂർവ്വം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാം. അനിൽ മാഷ് മലയാളത്തിന്റെ ക്ലാസ് മാത്രമല്ല, എല്ലാ വിഷയത്തിന്റെയും ക്ലാസ് എടുക്കുന്ന സാറാണ്. സാറിന്റെ കൂടുതൽ കാര്യം സാധിക്കുന്നത് പറയും. നിങ്ങൾ മലയാളത്തിൽ എങ്ങനെ മുഴുവൻ മാർക്ക് വാങ്ങിക്കണം? എത്ര മാർക്ക് സാർ മലയാളത്തിലുണ്ട്? 20 മാർക്ക്. അപ്പൊ അനിൽ മാഷ് നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. മാഷ്ക്ക് എല്ലാവരും ഇതിൽ കൂടുതൽ ഹായ് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്ക് ഇപ്പോൾ ഓണാണ്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാഷ് ഒന്ന് വിഷ് ചെയ്യാം. നമസ്കാരം. നമുക്കിന്ന് കുറച്ച് മലയാളത്തിലെ കാര്യങ്ങൾ പഠിക്കാം. നമ്മുടെ LSS പരീക്ഷയ്ക്ക് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക. അതിൽ തന്നെ 10 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസും 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാകുക. ഈ കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാമായിരിക്കും. 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിലും 2 വീതം 1 വേർഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെടാത്ത ഒരു ചോദ്യങ്ങളും മലയാളത്തിൽ ഉണ്ടാവില്ല. ഓരോ യൂണിറ്റ് പഠിപ്പിക്കുമ്പോഴും നിങ്ങളുടെ അധ്യാപകർ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമുക്ക് ഇന്ന് നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ആസ്വാദനക്കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. മക്കൾക്ക് അറിയാലോ, മലയാളത്തിൽ നമുക്ക് 8 യൂണിറ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് എന്തായിരുന്നു? അമൃതം. വെരി ഗുഡ്. അമൃതം എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്. ഈ അമൃതം എന്ന യൂണിറ്റ് നമുക്ക് 4 പാഠഭാഗങ്ങളായി മാറ്റിയിട്ടുണ്ട്. വിശപ്പ്, വെണ്ണക്കണ്ണ്, അടുത്ത 2 എന്തൊക്കെയായിരുന്നു? വിശപ്പ്, വെണ്ണക്കണ്ണ്, മറ്റു 2 ആരാണ് പറയുക? നമ്മുടെ ഈ ഒന്നാമത്തെ യൂണിറ്റായ അമൃതം, ആ യൂണിറ്റ് 4 പാഠഭാഗങ്ങളായി മാറ്റിയിട്ടുണ്ട്. കേട്ടോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേട്ടു. 4 പാഠഭാഗങ്ങളായി മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് വിശപ്പ് എന്നും 2ാമത്തേത് വെണ്ണക്കണ്ണൻ എന്നുമാണ്. 3ാമത്തേതും 4ാമത്തേതും എന്തൊക്കെയായിരുന്നു? വെരി ഗുഡ്. നല്ല മക്കൾ. സ്നേഹം താൻ ശക്തി, കുടയില്ലാത്തവർ. ഈ 4 പാഠഭാഗങ്ങളിലും നാം പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഏതായിരുന്നു? സ്നേഹം. വെരി ഗുഡ്. സ്നേഹത്തെ പ്രമേയമാക്കി ഒന്നാമത്തെ യൂണിറ്റിലെ 4 പാഠഭാഗങ്ങൾ മക്കൾ പഠിക്കുകയാണ്. ഈ പാഠങ്ങളിലൂടെയൊക്കെ തന്നെ സ്നേഹത്തിന്റെ ആ മാത്മരികമായ ശക്തി നമ്മളിലേക്ക് എത്തിക്കുകയാണ് ആ പാഠഭാഗങ്ങൾ എഴുതിയ സാഹിത്യകാരന്മാർ. ഏതായാലും നമുക്ക് ഇന്നൊരു പുതിയ കവിത പരിചയപ്പെടാം. നിങ്ങൾ ഓൾറെഡി ആ കവിത മൻസൂർ സാർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ. മക്കൾ ആ കവിത വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കി. ഓക്കെ, എങ്ങനെയുണ്ട് ആ കവിത? നല്ല കവിത. ഈ കവിത മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നോ അല്ല കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല സാർ. ഓക്കെ, എങ്കിൽ ഞാൻ ആ കവിത ഒന്ന് പാടിത്തരാം. മക്കൾ ശ്രദ്ധയോടെ ആ കവിത ഒന്ന് കേട്ടു നോക്കൂ. കൂട്ടരെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മെഴുമെഴുപ്പെന്തു മുഴു എന്തൊരു കൊച്ചൂരസക്കുടുക്ക. മുട്ടകളല്ലിവ ആനന്ദ പാൽക്കടൽ
മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മ കിളിയുടെ കണ്ണും കരളുമാം ഇമ്മുട്ട മുട്ടിയുടച്ചിടല്ലേ. നോമ്പുകളെത്ര നാൾ നോൽക്കണമീ വിത്ത് കൂമ്പെടുത്തിടുവാൻ കൊച്ചു പക്ഷി. പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി, പാത്തു ചെന്നാരും പിടിച്ചിടല്ലേ. മക്കൾ ആദ്യമായി കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ കവിത പാടിത്തരാം. അതോടുകൂടി മക്കൾ ഈ കവിതയുടെ ആശയങ്ങളൊക്കെ തന്നെ ഹൃദിസ്ഥമാക്കണം. ഒക്കെയാണല്ലോ. കൂട്ടരെ നോക്കുവീനമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മെഴുമെഴുപ്പെന്തൊരു കൊച്ചൂരസക്കുടുക്ക. മുട്ടകളല്ലിവ ആനന്ദപ്പാൽക്കടൽ, മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മ കിളിയുടെ കണ്ണും കരളുമാ ഇമ്മുട്ട മുട്ടിയുടച്ചിടല്ലേ. നോമ്പുകളെത്ര നാൾ നോൽക്കണമീ വിത്ത് കൂമ്പെടുത്തിടുവാൻ കൊച്ചു പക്ഷി. പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി, പാത്തു ചെന്നാരും പിടിച്ചിടല്ലേ. കവിത ഇഷ്ടായോ? ഇഷ്ടമായി. നല്ലൊരു കവിതയാണ്. കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഒരു കവിതയാണ് ഈ കവിത. ഈ കവിതയിലെയും മുഖ്യ പ്രമേയം നാം ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ച സ്നേഹം തന്നെയാണ്. അക്കാര്യം കുട്ടികൾക്ക് മനസ്സിലായോ? മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇതിലെ മുഖ്യ പ്രമേയവും സ്നേഹം തന്നെ. ഇനി കവിത കേട്ട സ്ഥിതിക്ക് ഈ കവിതയുടെ ആശയം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ചില ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ ആണല്ലോ? സർ. ഓക്കെ, ഞാൻ ചോദ്യം ഇവിടെ എഴുതുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എന്താണ് എഴുതിയത്? സന്തോഷം. സന്തോഷം. സന്തോഷം എന്ന പദത്തിന് പകരം കവിതയിൽ കവി ഉപയോഗിച്ച പദം ഏത്? മക്കൾ ഇതിന്റെ ഉത്തരം നോട്ട് ബുക്കിൽ എഴുതുമല്ലോ. സന്തോഷം എന്ന പദത്തിനു പകരം കവിതയിൽ കവി ഉപയോഗിച്ച പദം ഏത്? ഓക്കെ, ആൻസർ ആരും പറയണ്ട. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്പർ 2. ഏത് മരക്കൊമ്പത്താണ് അമ്മക്കിളി കൂട് കൂട്ടിയത്? ഏത് മരക്കൊമ്പത്താണ് അമ്മക്കിളി കൂട് കൂട്ടിയത്?
ഒന്നാമത്തെ ചോദ്യം, സന്തോഷം എന്ന പദത്തിന് പകരം കവിതയിൽ കവി ഉപയോഗിച്ച പദം ഏത്? രണ്ടാമത്തെ ചോദ്യം, ഏത് മരക്കൊമ്പത്താണ് അമ്മക്കിളി കൂട് കൂട്ടിയത്? അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒരു കവിതയിലെ ഒരു വരിയാണ് ഞാൻ പാടുന്നത്. നോമ്പുകൾ എത്ര നാൾ നോൽക്കണമീ വിത്ത്, കൂമ്പെടുത്തിടുവാൻ കൊച്ചു പക്ഷി. ആ വരികളിൽ കവി വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നോമ്പുകൾ എത്ര നാൾ നോൽക്കണമീ വിത്ത്. ചോദ്യം, കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന വിത്ത് ഏതാണ്? കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന വിത്ത് ഏതാണ്? ഏതോ ഒരു വിത്തിനെ കുറിച്ച് കവിതയിൽ കവി പറഞ്ഞിട്ടുണ്ട്, അത് ഏതാണ്? കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന വിത്ത് ഏതാണ്? ഓക്കെ, നമ്പർ 4. ഒരു പദം, കവിതയിലുള്ള ഒരു പദം തന്നെയാണ്. കൂട്ടരെ നോക്കുവീൻ അമ്പഴ കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. ഈ പദം മുട്ടയിട്ടു, ഈ പദം കവിതയിലുള്ള ഒരു പദമാണ്. എന്റെ ചോദ്യം, മുട്ടയിട്ടു എന്ന പദം ശരിക്കും കവിതയിൽ അടിവരയിട്ട പദമാണ്. ഇവിടെ ഞാൻ മുട്ടയിട്ടു എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ പദം പിരിച്ചെഴുതുക. മുട്ടയിട്ടു എന്ന പദം പിരിച്ചെഴുതുക. നമ്പർ 5. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സന്തോഷം എന്ന പദത്തിന് പകരം കവിതയിൽ കവി ഉപയോഗിച്ച പദം ഏത്? രണ്ടാമത്തെ ചോദ്യം, ഏത് മരക്കൊമ്പത്താണ് അമ്മക്കിളി കൂട് കൂട്ടിയത്? മൂന്നാമത്തെ ചോദ്യം, കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന വിത്ത് ഏതാണ്? നാലാമത്തെ ചോദ്യം, മുട്ടയിട്ടു ഈ പദം പിരിച്ചെഴുതുക. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ കവിത ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ് മക്കൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടത്? ഞാൻ അങ്ങനെ കുറച്ച് വിഷമുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. കവിത നന്നായി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെയാണ്. കൂട്ടരെ നോക്കുവീനമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മെഴുമെഴുപ്പെന്തു മുഴുമുഴുപ്പെന്തൊരു കൊച്ചുരസക്കുടുക്ക. മുട്ടകളല്ലിവ ആനന്ദപ്പാർക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മക്കിളിയുടെ കണ്ണും കരളുമ ഇമ്മുട്ട മുട്ടിയുടച്ചിടല്ലേ. നോമ്പുകളെത്ര നാൾ നോൽക്കണമീ വിത്ത് കൂമ്പെടുത്തിടുവാൻ കൊച്ചു പക്ഷി. പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തു ചെന്നാരും പിടിച്ചിടല്ലേ. ഇതായിരുന്നു കവിത.
അപ്പൊ നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സന്തോഷം എന്ന പദത്തിനു പകരം കവിതയിൽ കവി ഉപയോഗിച്ച പദം ഏത്? സന്തോഷം എന്ന വാക്കിന് പകരം കവിതയിൽ കവി മറ്റൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതേത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ആരെങ്കിലും പറഞ്ഞിട്ടില്ല, പക്ഷേ ആരാണ് ഇതിന്റെ ആൻസർ പറയുക? സാർ ആൻസർ കിട്ടി. ഓക്കെ, ഏതാണ് ഏതാണ്? ആനന്ദം. ആനന്ദം, വെരി ഗുഡ്. ഓക്കെ, അപ്പോ എഴുതാത്ത മക്കളുടെ പ്രശ്നമൊന്നുമില്ല. നമ്മളിതൊരു പുതിയ രീതി പരിചയപ്പെടുത്തിയാണ്. മക്കള് ഒരു കവിത കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ അടുത്തുണ്ടെങ്കിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ കിട്ടിയാൽ ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ആശയം മക്കളിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പ്രവർത്തനമാണ്. ആൻസർ കിട്ടിയില്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മരക്കൊമ്പത്താണ് അമ്മക്കിളി കൂട് കൂട്ടിയത്? ഏത് മരക്കൊമ്പത്താണ്? കിട്ടിയോ? അതിന്റെ ആൻസർ കിട്ടിയോ? അമ്പഴക്കൊമ്പത്ത്. അമ്പഴക്കൊമ്പത്ത്. ഓക്കെ, അമ്പഴ കൊമ്പത്ത്. അത് ഏതൊക്കെ ആവശ്യമുണ്ടോ? അമ്പഴ കൂട്ടി എഴുതിയിട്ടാണ് കവിതയിലുള്ളത്. അമ്പഴ കൊമ്പത്ത്. അമ്പഴ കൊമ്പത്താണ് അമ്മക്കിളി കൂട് കൂട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന മുട്ട ഏതാണ്? കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന വിത്ത് ഏതായിരുന്നു എന്നാണ്. ഇത് ഏതായിരുന്നു? കിളിയുടെ മുട്ട അല്ലെ? ഇതിനെ പറ്റിയാണ് കവി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്തായിരുന്നു? മുട്ടയിട്ട് പിരിച്ചെഴുതുക. മുട്ടയിട്ട് എന്ന പദം പിരിച്ചെഴുതുക. ഓക്കെ, എങ്ങനെയാണ് പിരിച്ചെഴുതിയത് മക്കള്? മുട്ട അധികം മുട്ട അധികം ഇല്ലേ? അല്ലാതെ മുട്ട ഇട്ടു എന്നല്ല. നമുക്കറിയാം, നിങ്ങൾ ഒരുപാട് പദങ്ങള് ക്ലാസ്സിൽ നിന്ന് പിരിച്ചെഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പിരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് പിരിച്ചെഴുതി. ഓക്കെ, മുട്ട അധികം ഇട്ടു അല്ലെങ്കിൽ മുട്ട പ്ലസ് ഇട്ടു. വെരി ഗുഡ്. ഇനി നമ്മൾ ഈ കവിത ഇഷ്ടപ്പെടാൻ കാരണം എന്ത്? അപ്പൊ ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ നമുക്ക് ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളും ഉണ്ടാവും. ഒരു കാരണം ആരെങ്കിലും പറയൂ? സാറേ ഞാൻ പറയട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. ഒരമ്മ തന്റെ കുഞ്ഞിന് കൊടുക്കുന്ന നൽകുന്ന സ്നേഹം എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ കവിത എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം അത്രയും മഹത്തായതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ കവിത ഇഷ്ടമായത്. ആണല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വേറൊരു കാര്യം വേണമെങ്കിൽ പറയാം. ഈ കവിതയിൽ ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ആ ആവർത്തനം എനിക്ക് ഇഷ്ടമായി. ഇല്ലെങ്കിൽ ഈ കവിത ചെറിയ കുട്ടികൾക്ക്, നിങ്ങളെ പോലെയുള്ള പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അതിന്റെ ഈണം, അതിന്റെ താളം, ഇത് രണ്ടും മനോഹാരിത നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ കവിത എനിക്ക് ഇഷ്ടമായത് എന്ന് പറയാം. ചില കുട്ടികൾക്ക് എന്ത് പറയാം? എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന കൊച്ചു പക്ഷികളുണ്ട്. എനിക്ക് ഈ കവിത കേട്ടപ്പോൾ, ഈ കവിത വായിച്ചപ്പോൾ എൻ്റെ വീട്ടിലെ വളർത്തു പക്ഷികളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കവിത വളരെ ഇഷ്ടമായി. ഇതുപോലെ ഇഷ്ടപ്പെടാനുള്ള കാരണം നമുക്ക് പലതുമായിരിക്കാം. മക്കൾ അത് വ്യക്തമായിട്ട് എഴുതി കാണിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഞാൻ ആ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരു കവിത കേട്ടാൽ അല്ലെങ്കിൽ വായിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും അതിൽ നിന്ന് കുറെ പകരം പദങ്ങൾ പഠിക്കും. ശരിയല്ലേ? എന്താണ് ഈ കവിതയിൽ ധാരാളം പകരപദങ്ങൾ വരുന്നതെന്ന് മക്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കവിതയിൽ ഒരുപാട് പകരപദങ്ങൾ വരുന്നത്?
എന്തായിരിക്കും? കഥയിൽ സാധാരണ പകരം പദങ്ങൾ കുറവായിരിക്കും, കവിതയിൽ കൂടുതൽ പകരം പദങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ആ ഈണത്തിനനുസരിച്ച് അതിന്റെ വാക്കുകൾ വ്യത്യാസം വരും. യെസ്, വെരി ഗുഡ്. കവിതയ്ക്ക് ആ ഈണം, താളം, അങ്ങനെ ഈണത്തിലും താളത്തിലും പോകണമെങ്കിൽ ചില പദങ്ങൾ ചേർത്താൽ ശരിയാവില്ല. അപ്പോൾ കവി പുതിയ പദങ്ങൾ സ്വീകരിക്കും. അതാണ് നമുക്ക് പ്രയാസമായി അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ അതിന്റെ പകരം പദം അല്ലെങ്കിൽ അർത്ഥങ്ങൾ പഠിച്ചു വെക്കും. അപ്പോൾ കവിതയിൽ പുതിയ പദങ്ങൾ കടന്നു വരുന്നത് സാധാരണയാണ്. ഇനി കവിതയെ കുറിച്ച് നാം പലപ്പോഴും ചെയ്തു വരുന്നത്, നമ്മളുടെ വെണ്ണക്കണ്ണൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ കുടയില്ലാത്തവരായാലും ഊണിന്റെ മേളം ആയാലും, ഓരോ കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ അധ്യാപകർ ഈ കവിതകൾക്കൊക്കെ തന്നെ എന്ത് ചെയ്യിപ്പിക്കാറുണ്ട്? ആസ്വാദനക്കുറിപ്പ്. കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാറുണ്ട്. എന്തൊക്കെയായിരുന്നു ഒരു കവിതയിലെ അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായും വേണ്ടതെന്ന് മക്കൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ 3ാം ക്ലാസ് തൊട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി വന്നത്. നമ്മൾ ആദ്യമായി കവിതയുടെ തലക്കെട്ട്, അല്ലെ, തലക്കെട്ട് എന്താണെന്ന് നോക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ കവിപരിചയം കവിയെ പരിചയപ്പെടുത്തുന്നു. അടുത്തതായി നമ്മൾ ഒരുപക്ഷെ ഈ കവിത ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കും, അല്ലെ? ഈ കവിത ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഇപ്പൊ മോൾ പറഞ്ഞതുപോലെ കവിതയുടെ ആശയം 2 രീതിയിൽ. ഒന്ന്, കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. 2, കവിതയുടെ ഒരു ചുരുക്ക ആശയം. അത് നമ്മൾ ഈ ആസ്വാദനക്കുറിപ്പിൽ കാണിക്കുന്നു. പിന്നീട് വരുന്നത് എന്താണ്? ഓക്കെ, വെരി ഗുഡ്. പ്രയോഗഭംഗി. പ്രയോഗഭംഗി നമ്മൾ എടുത്ത് കാണിക്കേണ്ടതുണ്ട്. അതിനുശേഷം വരുന്നത് ഇഷ്ടപ്പെട്ട വരികളും കാരണം. പിന്നെ അക്ഷരങ്ങളുടെ ആവർത്തനം. കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തനം ഉണ്ടെങ്കിൽ അക്ഷരങ്ങളുടെ ആ ആവർത്തനം കാണിക്കണം. ഇവിടെ നമ്മുടെ കവിതയിൽ കൂട്ടരെ, ട എന്ന പദം വരുന്നുണ്ട്. കൂട്ടിലെ, 1ാമത്തെ വരിയിൽ കൂട്ടരെ, 2ാമത്തെ വരിയിൽ കൂട്ടിലെ, അടുത്ത വരിയിൽ എന്തുമെഴുമെഴു, 4ാമത്തെ ലൈനില് എന്തുമെഴു, പെന്തൊരു, എന്താ. ഇതേപോലെ കവിതയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടി അക്ഷരങ്ങളുടെ ആവർത്തനം അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആവർത്തനം വന്നു. ഇനി മക്കൾ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട വരി ഏതാണ്? ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് എടുത്തു കാണിക്കണം. ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം. വെരി ഗുഡ്. ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നും കാണിക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, തലക്കെട്ട് വന്നു, കവി പരിചയം വന്നു, ഏത് കൃതിയിൽ നിന്ന് എടുത്താണെന്ന് വന്നു, കവിതയുടെ പ്രധാന ആശയം വന്നു, കവിതയുടെ ആശയം വന്നു, കവിതയിലെ പ്രയോഗഭംഗി ഉണ്ടെങ്കിൽ അതെടുത്തെഴുതി, താളഭംഗി, ആവർത്തനം, അക്ഷരങ്ങളുടെ ആവർത്തനം അല്ലെങ്കിൽ പദങ്ങളുടെ ആവർത്തനം, ഇഷ്ടപ്പെട്ട വരികൾ കണ്ടെത്തി, ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണവും കണ്ടെത്തി എഴുതി. ഏതെങ്കിലും അഭിപ്രായക്കുറിപ്പ്. ഞാനത് ലാസ്റ്റിലേക്ക് വെച്ചതാണ്. നമ്മുടെ അഭിപ്രായം കൂടി എഴുതി കഴിഞ്ഞാലാണ് ആസ്വാദനക്കുറിപ്പ് പൂർത്തിയാവുന്നത്. ഇനി മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചില മക്കൾ LSS പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. തലക്കെട്ട് വേണം, കവിപരിചയം വേണം, കൃതി വേണം, ആശയം വേണം, പ്രയോഗഭംഗി, താളഭംഗി, ആവർത്തനം, ഇഷ്ടപ്പെട്ട വരികൾ, കാരണം, അഭിപ്രായം.
എല്ലാ മക്കൾക്കും അറിയാം. പക്ഷേ LSS പരീക്ഷാ സെന്ററിൽ ഹാളിൽ എത്തുമ്പോൾ റൂം നമ്പർ 2 അതിലെത്തുമ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം അറിയുന്ന മക്കൾ പോലും ഇതിലേതെങ്കിലും 2 കാര്യം എഴുതി നിർത്തുന്നു. ഒന്നുകിൽ ഈ കവിതയുടെ തലക്കെട്ട് ഇന്നതാണ്, ഇതിൽ ഇഷ്ടപ്പെട്ട വരികൾ ഇതാണ്, അതിനുള്ള കാരണം ഇതാണ്, അത് എഴുതി നിർത്തും. ഒരിക്കലും മക്കൾ അങ്ങനെ ചെയ്യരുത്. മക്കൾ എന്ത് ചെയ്യണം? ഇതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് മാത്രമേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണേ, എനിക്കറിയാം, ഞാൻ ഒരുപാട് പരീക്ഷാ ഹാളിൽ ചീഫായിട്ട് പോയതാണ്, ഒരുപാട് LSS മക്കളുടെ പേപ്പർ വാല്യൂ ചെയ്യാൻ പോയതാണ്, അതിന്റെ ചീഫായിട്ട് പോയതാണ്. പലപ്പോഴും കാണുന്നത് അറിയുന്ന മക്കൾ പോലും മുഴുവൻ ആയിട്ട് എഴുതി കാണുന്നില്ല. ചില 1-2 കാര്യങ്ങൾ മാത്രം എഴുതി നിർത്തുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതെ നമ്മൾ പറഞ്ഞ ഈ മുഴുവൻ കാര്യങ്ങളും, അത് ആസ്വാദനക്കുറിപ്പായിക്കോട്ടെ, യാത്രാ വിവരണമായിക്കോട്ടെ, ആത്മകഥയായിക്കോട്ടെ, വർണ്ണന, നോട്ടീസ്, പത്രവാർത്ത, ഏത് വ്യവഹാര രൂപങ്ങൾ തന്നാലും അതിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന കാര്യങ്ങളൊക്കെ മക്കൾ അതിൽ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആസ്വാദനക്കുറിപ്പിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ഈ കവിതയിലെ ഒരു 4 പദങ്ങൾ പറയാം. നിയ ഫാത്തിമ, നിയ മോളുണ്ടോ ഇന്ന്? നിയ ഫാത്തിമ കേൾക്കാമോ? ഞാനുണ്ട്. നിയ ഫാത്തിമ, നമുക്ക് നല്ലൊരു പാട്ട് കൊടുക്കാം കുട്ടികൾക്ക്. അതിനുശേഷം നമുക്ക് അന്വേഷണം ഒന്നുകൂടി ക്ഷണിക്കാം. നമ്മൾ നന്നായിട്ട് പാടണേ, ഓക്കെ അല്ലേ? നമ്മളെ കുട്ടികൾ നന്നായിട്ട് പാടുന്ന മക്കളൊക്കെ ഉണ്ട്. നമ്മൾ നന്നായിട്ട് പഠിക്കുക, എല്ലാവരുടെയും പ്രോത്സാഹനം വരും. ഓക്കെ, ശരി ശരി, സ്റ്റാർട്ട്. മിഴിപൂട്ട് മാറ് ചൂട് തളരാതെയോമൽ ചിരിയോടെ കൊണ്ടിട്ട് കരയാടി വളര് വളര്. ഹരിയമ്മോളെ വളരെ മനോഹരമായി പാടി. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് വന്നപ്പോ കേട്ടിട്ടുണ്ട്, എന്റെ ഫോണിലുണ്ട് ആ പാട്ട്. ഞാൻ മൻസൂർ സാറിനോട് ആ പാട്ട് വായിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരുപാട് തവണ ആ പാട്ട് രാത്രി കേട്ടു, ഇന്ന് യാത്ര ചെയ്യുമ്പോഴും കേട്ടു. വളരെ നന്നായിട്ടുണ്ട് മോളെ. ഓക്കെ, അപ്പോ നമുക്ക് ഈ കവിത, ഇപ്പോൾ നമ്മൾ കേട്ട ഈ കവിത എഴുതിയത് ആരാണെന്ന് അറിയാമോ? ഞാൻ ഈ പാടിയ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ആണ് ഈ കവിത എഴുതിയത്. ഈ കവിതയുടെ പേര് അമ്മയുടെ കണ്ണും കരളും എന്നാണ്. ഇത് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കുഞ്ഞിമണികൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, അഥവാ കവിതയുടെ തലക്കെട്ടോ അല്ലെങ്കിൽ കവിയുടെ പേരോ തരാതെ ഒരു കവിത തന്നാൽ കവി ആരാണെന്നോ അല്ലെങ്കിൽ തലക്കെട്ട് എന്താണെന്നോ ആലോചിച്ച് മക്കൾ വിഷമിക്കേണ്ടതില്ല. ആ കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ അത് എഴുതാതെ വിടുക. ഓക്കെ, ഞാൻ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള ഒരു 4 പദങ്ങൾ എഴുതി കാണിക്കാം. ഒന്നാമത്തേത് എന്താണ്? മുട്ടയിട്ടു. അടുത്തത് അമ്മക്കിളി.
അടുത്തത് പാൽക്കടൽ. അടുത്തത് കൊച്ചുപക്ഷി. മുട്ടയിട്ടു, അമ്മക്കിളി, പാൽക്കടൽ, കൊച്ചുപക്ഷി. ഈ പദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് അടുത്തായിട്ട് ചോദിക്കാൻ പോകുന്നത്. കവിതയിലുള്ള 4 പദങ്ങൾ ഞാൻ തന്നു. ഈ പദങ്ങൾ പിരിച്ചെഴുതിയാൽ ഗ്രൂപ്പിൽ പെടാത്തത് അല്ലെങ്കിൽ ഒറ്റയാൾ ആരാണ് അല്ലെങ്കിൽ ഏതാണ്? ഈ 4 പദങ്ങൾ പിരിച്ചെഴുതിയാൽ കൂട്ടത്തിൽ പെടാത്ത പദം ഏത്? ഉത്തരം കിട്ടിയോ? സാറേ ഇപ്പൊ തന്നെ ആൻസർ പറയട്ടെ. ഓ പറഞ്ഞോളൂ. മുട്ടയിട്ടു. മുട്ടയിട്ടു. എന്തുകൊണ്ടാണ്? മുട്ടയിട്ടു എന്ന് വരുമ്പോൾ അതിലെ ഇട്ടു എന്നുള്ളതിലെ ഫസ്റ്റ് ലെറ്റർ സ്വരാക്ഷരമല്ലേ? ബാക്കിയെല്ലാം വ്യഞ്ജനാക്ഷരങ്ങളല്ലേ? പക്ഷേ ആദ്യത്തെ 3 പദങ്ങളിലും അക്ഷരങ്ങൾ മാറുന്നുണ്ട് അല്ലേ? മുട്ട പ്ലസ് ഇട്ടു, അമ്മ പ്ലസ് കിളി, പാൽ പ്ലസ് കടൽ. അവസാനത്തെ പദം നോക്കൂ, അതെങ്ങനെയാണ് പിരിച്ചെഴുതുക? കൊച്ചു പ്ലസ് പക്ഷി. എന്തെങ്കിലും മാറ്റമുണ്ടോ? അതിൽ അക്ഷരങ്ങൾ മാറുന്നില്ല. മറ്റു 3 പദങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ കൊച്ചുപക്ഷി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഒരു മാറ്റവും നാം കാണുന്നില്ല. അപ്പോൾ ഇല്ല. അപ്പൊ അതാണ് ആ ഗ്രൂപ്പിൽ പെടാത്തത്. നമ്മൾ ആ പദങ്ങൾ കാണുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പദങ്ങൾ പിരിച്ചെഴുതി നോക്കണം. എന്നിട്ട് ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. എന്താണ് വ്യത്യാസം? ഓരോ പദങ്ങളും പിരിച്ചെഴുതുമ്പോൾ ഏത് പദത്തിലാണ് വ്യത്യാസം എന്ന് നോക്കുക. ഇതുപോലെ നോക്കുമ്പോൾ മുട്ട പ്ലസ് ഇട്ടു അല്ലെങ്കിൽ മുട്ട അധികം ഇട്ടു, യാ ഇല്ല. അമ്മ കിളി, അമ്മ പ്ലസ് കിളി, കാ ഇല്ല. പാൽക്കടൽ, പാൽ പ്ലസ് കടൽ, കാ ഇല്ല. കൊച്ചു പ്ലസ് പക്ഷി, കൊച്ചു പക്ഷി, ഒരു മാറ്റവും വരുന്നില്ല. ഓക്കെ. ഇതുപോലെ മക്കളുടെ 7 യൂണിറ്റുകളിൽ നിന്നും പാഠഭാഗം എടുത്തിട്ട് പദങ്ങൾ പിരിച്ചെഴുതി പഠിക്കണം. മാത്രമല്ല പുതിയ കവിതകളും കഥകളും വായിച്ച് അതിൽ വരുന്ന പദങ്ങളും രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി എഴുതി പഠിക്കണം. ഇനി നമുക്ക് ഏകദേശം 25 ദിവസത്തിനടുത്തുണ്ട്. ഇത്രയും ദിവസങ്ങളിൽ കുറച്ച് സമയമെങ്കിലും മലയാളത്തിന് മാറ്റിവെക്കുക. ഇനി അടുത്തത് കവിതയിലുള്ള 4 പദങ്ങൾ ഞാൻ എഴുതുകയാണ്. എന്താണ് കൂട്ടരെ. ഞാൻ എഴുതിയ പദം കൂട്ടരെ. സാറൊന്ന് മാറി കാണായിരുന്നു. ഓ രണ്ടാമത്തെ കുറച്ച് കാണുന്നില്ല. കൂട്ടിലെ. കൂട്ടരെ, കൂട്ടിലെ. അടുത്തത് കൊച്ചുപക്ഷി. കൊച്ചുപക്ഷി. ഓക്കെ. അമ്മക്കിളി. കൂട്ടരെ, കൂട്ടിലെ, കൊച്ചുപക്ഷി, അമ്മക്കിളി. അപ്പോ ഇവിടെ 4 പദങ്ങൾ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മക്കൾ നിഘണ്ടു പഠിച്ചിട്ടുണ്ടോ? നിഘണ്ടു നിർമ്മാണം പഠിച്ചിട്ടുണ്ട്. എന്താണ് നിഘണ്ടു നിർമ്മാണം? ഡിക്ഷണറി. എന്താണ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ?
എന്താണ് പഠിച്ചത്? ഒരു വാക്കിന്റെ അർത്ഥം. ഒരു വാക്കിന്റെ അർത്ഥം നമുക്ക് പരിചയമില്ലെങ്കിൽ നിഘണ്ടുവിൽ നോക്കി, ഡിക്ഷണറിയിൽ നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. എന്റെ ചോദ്യം, നിഘണ്ടു നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടില്ല. എന്താണ് നിഘണ്ടു? നിഘണ്ടു നിർമ്മാണം നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ്. നിങ്ങളുടെ എല്ലാ യൂണിറ്റ്, മലയാളത്തിലെ എല്ലാ യൂണിറ്റിന്റെയും അവസാനം നിഘണ്ടു നിർമ്മാണമുണ്ട്. അതായത് പദങ്ങൾ നിഘണ്ടുവിൽ കാണുന്നത് പോലെ എഴുതുക. നിഘണ്ടുവിൽ എങ്ങനെയാണ് പദങ്ങൾ എഴുതിയത്? നിഘണ്ടുവിൽ പദങ്ങൾ എഴുതിയത് അക്ഷരക്രമത്തില്. അക്ഷരമാല. ഓക്കെ, വെരി ഗുഡ്. അക്ഷരമാല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയ ഈ 4 പദങ്ങൾ നിഘണ്ടു നിർമ്മാണത്തിലേക്ക് മാറ്റിയാൽ അവസാനം വരുന്ന പദം ഏത്? ഇവിടെ എഴുതിയ 4 പദങ്ങൾ നിഘണ്ടു നിർമ്മാണത്തിലേക്ക് മാറ്റിയാൽ അവസാനം വരുന്ന പദം ഏതാണ്? കിട്ടിയോ? അല്ലേ? അതായത് അക്ഷരമാലാക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യത്തെ വാക്ക് അമ്മക്കിളി ആകും, രണ്ടാമത്തെ വാക്ക് കൂട്ടരെ എന്നാകും, മൂന്നാമത്തെ പദം കൂട്ടിലെ, ഓക്കെ, നാലാമത്തേത് കൊച്ചുകക്ഷി. അപ്പോൾ നമ്മൾ ഇത്തരം നിഘണ്ടു നിർമ്മാണം പഠിച്ചു വെച്ചിട്ടുണ്ട്. അക്ഷരങ്ങൾ വ്യത്യസ്തമായ പദങ്ങളാകുമ്പോൾ നമുക്കൊരു പ്രയാസവും കൂടാതെ അക്ഷരമാലാക്രമത്തിൽ എഴുതാൻ പറ്റും. ചില സമയത്ത് ഇതേപോലെ ഒരേ അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ ചോദിക്കും. എന്നിട്ട് അതിനെ അക്ഷരമാലാക്രമത്തിൽ നിഘണ്ടു നിർമ്മാണത്തിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഇങ്ങനെ തന്ന 4 പദങ്ങളിൽ ആദ്യത്തെ പദം ഏത് എന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെ പദം ഏത് എന്നോ മൂന്നാമത്തെ പദം ഏത് എന്നോ നാലാമത്തെ പദം ഏത് എന്നോ ഇവിടെ കൊച്ചു പക്ഷി എന്ന പദമാണ് 4ാമത് വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് കടങ്കഥയും ഉത്തരങ്ങളും പഴഞ്ചൊല്ലുകളും. വെരി ഗുഡ്. കടങ്കഥയും പഴഞ്ചൊല്ലുകളും. കടങ്കഥകൾ പലപ്പോഴും വളരെ ശ്രദ്ധാപൂർവം നോക്കിയിട്ട് ആൻസർ എഴുതാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പഴഞ്ചൊല്ലുകളും നമ്മൾ പഴഞ്ചൊല്ലുകളുടെ ആശയം മനസ്സിലാക്കിയിട്ട് ഉത്തരത്തിലേക്ക് കടക്കാവൂ. ഇപ്പോൾ ഒരു കടങ്കഥ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ നമ്മളോട് പറയാം. ഓപ്ഷൻസ് തരില്ല. വേറൊരു രീതിയിൽ ചോദിക്കുന്നത്, ഒരു കടങ്കഥ ചോദിച്ചിട്ട് 4 ആൻസർ തരും, ഓപ്ഷൻസ് തരും. ഇതിൽ ഏതാണ് ഉത്തരം എന്ന് ചോദിക്കാം. അത് രണ്ടാമത്തെ രീതി. ഇനി മൂന്നാമത്തെ രീതി ഏതാണെന്ന് വെച്ചാൽ, ഒരു കടങ്കഥ ചോദിക്കും, താഴെ 4 കടങ്കഥകൾ ഉണ്ടാവും. എന്നിട്ട് ചോദിക്കും, തന്നിരിക്കുന്ന കടങ്കഥയ്ക്ക് യോജിച്ചത് താഴെ കൊടുത്തതിൽ ഏതാണ്? അപ്പോൾ 4 കടങ്കഥകളും നമ്മൾ ശ്രദ്ധയോടെ നോക്കി അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് മാത്രമാണ് സമാനമായത് കണ്ടെത്തേണ്ടത്. ഇനി വേറൊരു രീതിയിലുള്ള ചോദ്യമുണ്ട്. ഒരു കടങ്കഥ ചോദിക്കും, എന്നിട്ട് സമാനമല്ലാത്ത കടങ്കഥ ഏത് എന്ന് ചോദിക്കാം. അതിൽ 3 സമാനമായിരിക്കും, 1 സമാനമായിരിക്കില്ല. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നന്നായി വായിച്ചിട്ട് മാത്രമേ മക്കൾ ആൻസർ എഴുതാൻ പാടുള്ളൂ. ഇതേ രീതിയിൽ തന്നെയാണ് പഴഞ്ചൊല്ലുകൾ. ഒരു ചൊല്ല് ചോദിക്കും, എന്നിട്ട് ഈ ചൊല്ല് ഏതുമായി ബന്ധപ്പെട്ട ചൊല്ലാണ് എന്ന് ചോദിച്ചിട്ട് താഴെ 4 ഓപ്ഷൻ തരും. അപ്പൊ പഴഞ്ചൊല്ല് നന്നായിട്ട് വായിക്കുക, അതിന്റെ ആശയം മനസ്സിലാക്കി ഏതുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ എഴുതുക. അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് തരും, താഴെ 4 പഴഞ്ചൊല്ലുകൾ തരും.
എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പഴഞ്ചൊല്ലിന് സമാനമായത് താഴെ കൊടുത്തതിൽ ഏത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് തരും, താഴെ 4 പഴഞ്ചൊല്ലുകൾ തരും, എന്നിട്ട് ഈ പഴഞ്ചൊല്ലിന് സമാനമല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. ഇങ്ങനെ മക്കൾ ശ്രദ്ധിച്ച് എഴുതാൻ വേണ്ടിയുള്ള കടങ്കഥകളോ പഴഞ്ചൊല്ലുകളോ ആയിരിക്കും തരാൻ പോകുന്നത്. ഞാൻ ഒരു കടങ്കഥ ചോദിക്കട്ടെ? ഓക്കെ സാർ. ആൻസർ കിട്ടിയാൽ പറയണേ. ഓക്കെ സാർ. കാലുകൾ 2 ഉണ്ട്. എന്താണ് ചോദ്യം? വായിച്ചു നോക്കൂ, ചോദ്യം വായിച്ചു നോക്കൂ. കാലുകൾ 2 ഉണ്ട്, പക്ഷേ മുഖത്താണ് ഇരിപ്പ്. കന്നഡ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കണ്ണട. 2 കാലുകളുണ്ട്, പക്ഷെ ഇരിക്കുന്നത് മുഖത്താണ്. ഇതുപോലെ നമ്മുടെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ മക്കൾ പഠിച്ചു വെക്കണം. കൂടുതൽ പഴഞ്ചൊല്ലുകൾ മക്കൾ പഠിച്ചിട്ടുണ്ടാവും, വീട്ടിൽ വെച്ച് ഇനിയും പഠിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ കവിത നേരത്തെ നമ്മൾ കേട്ട അമ്മയുടെ കണ്ണും കരളും എന്ന കവിതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ കവിതയിൽ പറഞ്ഞ അമ്മക്കിളിയെ മക്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ട് കാണും, അല്ലേ? അമ്മക്കിളി ഇഷ്ടമായല്ലോ? ഇഷ്ടമായി. ഞാൻ പറയുന്നു, ഇതിലെ അമ്മക്കിളിക്ക് മക്കൾ ഒരു കത്ത് എഴുതുക. ഒരു ചോദ്യമാണ്, ഇപ്പൊ എഴുതാനല്ല, സാവധാനത്തിൽ എഴുതിയാൽ മതി. അമ്മക്കിളിക്ക് ഒരു കത്ത് എഴുതുക. ഇനി മറ്റൊരു പ്രവർത്തനം കൂടെ. ഇന്ന് നിങ്ങൾ ഈ കവിതയിൽ പറയുന്ന പക്ഷിയെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്ന് കണ്ടു, അല്ലെങ്കിൽ നാളെ ഈ പക്ഷിയെ നിങ്ങൾ കണ്ടു. നിങ്ങളുടെ വീട്ടുപറമ്പിലെ വീട്ടുമുറ്റത്തെ ഏതെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ ചെടിയിലോ ഈ അമ്മക്കിളിയെയും കൂടിനെയും കണ്ടു. നിങ്ങൾ അമ്മക്കിളിയുമായി നടത്തുന്ന ഒരു സംഭാഷണം എഴുതി നോക്കൂ. എന്തൊക്കെയായിരിക്കും നിങ്ങളും അമ്മക്കിളിയും തമ്മിലുള്ള സംഭാഷണം? അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി ഈ കവിതയുമായി ബന്ധപ്പെട്ട്, അല്ലെ ഈ കവിതയുടെ ആശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ഡയറി എഴുതി നോക്കൂ. ഇന്ന് ഞങ്ങളെ ഇതാണ് പഠിപ്പിച്ചത്, അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഡയറി എഴുതി നോക്കൂ. ഇങ്ങനെ ഒരു കവിതയോ ഒരു കഥയോ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ എഴുതാൻ പറ്റും. രക്ഷിതാക്കൾ അടുത്തുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾക്ക് കിട്ടുന്ന കവിത, കഥ ഇവയൊക്കെ ബന്ധപ്പെടുത്തി സംഭാഷണം, ഡയറി, കത്ത്, ആസ്വാദനക്കുറിപ്പ്, പത്രവാർത്ത ഇവയൊക്കെ ചെറുതായി തയ്യാറാക്കാൻ മക്കളെ പഠിപ്പിച്ചാൽ മക്കൾക്ക് പുതിയ ഒരു ക്ലാസ്സിൽ പഠിക്കാത്ത ഒരു കവിതയോ കഥയോ LSS എക്സാമിന് കിട്ടുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് അതിന്റെ ഉത്തരം വ്യക്തമായി എഴുതാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഈ ആസ്വാദനക്കുറിപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടിയുടെ ഒരു പാരന്റ് ആണ്. ക്ലാസ് ഞാൻ കേട്ടിരുന്നു. കുട്ടി കേൾക്കുമ്പോൾ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ലാസ് ആയിട്ടാണ് തോന്നിയത്. കുട്ടികൾക്ക് കുറച്ച് കൂടുതലായിട്ട് ക്ലാസ് കിട്ടുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു സർ. അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുന്നതും ഈ ആശയ വിപുലീകരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. എന്റെ കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സർ എനിക്ക് അല്ലേ അതെ അതെ. പിന്നെ സർ എനിക്ക് വേറെ ഒരു ഡൗട്ട് കൂടെ ഉള്ളത്,
ഈ ആശയ വിപുലീകരണം ഇങ്ങനെയുള്ള മലയാളം നമ്മൾ ഗ്രാമർ ആ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ മാത്രമാണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പാഠഭാഗത്തിലുള്ള ഈ 3-4 വാക്കിൽ ഉത്തരം പറയാ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചോദിക്കാം നേരിട്ട്? ഓക്കെ, സാധാരണ നമ്മള് ഈ വർഷം ചോദിക്കാൻ സാധ്യത നമ്മൾ ഒരു യൂണിറ്റില് നമ്മുടെ ഈ ഫുൾ സ്റ്റോപ്പ്, കാവു, ഉദ്ധരണി ഇതൊക്കെ വരുന്ന ഒരു ഭാഗം പഠിപ്പിക്കാൻ എന്റെ മക്കളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഗ്രാമറിന്റെ ഉത്തമ പുരുഷൻ, മധ്യ പുരുഷൻ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ മക്കളെ പഠിപ്പിക്കാനുണ്ട്. ഇതുവരെ അത് ചോദിച്ചു കണ്ടില്ല. അപ്പൊ ഗ്രാമർപ്പെട്ട ഈ വിഭാഗത്തിലത് ചോദിക്കാം. അതുപോലെ തന്നെ സാധാരണ നമ്മൾ പറയുന്നത് 1 മുതൽ 4 വരെ മക്കൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഈ നമ്മള് വ്യവഹാര രൂപങ്ങൾ ഡിസ്കോഴ്സ് ആണല്ലോ പഠിപ്പിക്കുന്നത്. ഭാഷയിലെ ഏതായാലും അറബിയായാലും ഉറുദായാലും സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് ഇതിലൊക്കെ തന്നെ വ്യവഹാര രൂപങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ വ്യവഹാര രൂപത്തിന് പ്രാധാന്യം വരാം. പിന്നെ പൊതുവായിട്ട് കുറച്ച് അടുത്ത 2-3 വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത് 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ അത് ഒഴിവാക്കിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭാഗം തന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് ഇതുപോലെ പത്രവാർത്തയോ അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പോ യാത്രാ വിവരണമോ ഒക്കെയും ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ ക്ലാസ് PTA പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് ഓരോ യൂണിറ്റിലും സാധാരണ നമ്മൾ ചെയ്യുന്നത് ക്ലാസ് PTA വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട പാഠത്തിലെ ഇന്ന പ്രധാന ഭാഗങ്ങൾ ഇന്നതാണ്. ഈ 1ാമത്തെ പാഠത്തിൽ ആസ്വാദന കുറിപ്പ് പിരിച്ചെടുത്താണ്, 2ാമത്തെ പാഠത്തിൽ ആത്മകഥയാണ്, വർണ്ണനയാണ്. ഈ രീതിയിൽ ക്ലാസ് PTA പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ടീച്ചേഴ്സിന് ഇപ്പം പാഠം തീർക്കാനുണ്ട്. 8 യൂണിറ്റ് മലയാളമുണ്ട്, 5 യൂണിറ്റ് ഇംഗ്ലീഷ് ഉണ്ട്, 11 യൂണിറ്റ് മാത്സ് ഉണ്ട്, 12 യൂണിറ്റ് EVS ഉണ്ട്. അപ്പൊ പാഠങ്ങൾ തീർക്കേണ്ടത് തന്നെ ഓരോ പാഠം എടുക്കുന്ന സമയത്ത് ഈ ആത്മകഥ 2ാമത്തെ പാഠത്തിൽ പത്തായത്തിന്റെ ആത്മകഥ ഉണ്ട്. പല സ്കൂളുകളിലും പത്തായത്തിനെ പറ്റി ആത്മകഥ എഴുതുമ്പോൾ കൂടുതൽ ആത്മകഥകൾ എഴുതാൻ ടീച്ചേഴ്സിന് പറ്റാതെ വരും. എങ്കിലും ചില സ്കൂളുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ പാഠഭാഗം എടുക്കുന്ന സമയത്തും നമ്മുടെ മക്കളെ നോട്ട് ബുക്കിൽ ഒരു ആസ്വാദന കുറിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കവിതകൾ കൊടുത്തിട്ട് ആസ്വാദന കുറിപ്പ് എഴുതിക്കുക. ഇപ്പോൾ സ്കൂളിൽ വെച്ച് ടീച്ചേഴ്സ് പത്തായത്തിനെ പറ്റി ആത്മകഥ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇതേ രീതിയിൽ നമുക്ക് മക്കളെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റും. അപ്പൊ പൊതുവായിട്ട് എന്തായാലും പാഠഭാഗങ്ങളിലുള്ള പഠന നേട്ടങ്ങൾ എന്നാണ് ഞങ്ങൾ പറയുക. ഓരോ പാഠഭാഗത്തും പഠന നേട്ടങ്ങളുണ്ട്. ഏകദേശം 130-നടുത്തോളം പഠന നേട്ടങ്ങളാണ് മലയാളത്തിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് 10-30 ഉള്ളൂ. ആ 30 പഠന നേട്ടങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് LSS പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ളത്. ഓക്കെ, ആർക്കെങ്കിലും ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ചോദിക്കാറില്ല? ഹലോ മാഷേ, ഞാൻ പാതിപ്പടി സ്കൂള് ദിയാലക്ഷ്മിന്റെ അമ്മയാണ്. ഓക്കെ മാഷ ക്ലാസ് ഞാൻ കേട്ടു, നല്ല ക്ലാസ് ആണ്. മാഷ ഒന്ന് സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിലും നല്ലതായിരുന്നു. നമ്മള് ഈ ജൂൺ സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ ഓരോ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വിളിച്ചിട്ട് നമ്മൾ ആ ബുക്ക് ചെയ്യും. ഇപ്പൊ തന്നെ നേരത്തെ ആരോ പറഞ്ഞു കോഴിക്കോട് മധുരാങ്കാവിലുള്ള ആ ടീച്ചർ ഭവ്യ ടീച്ചർ ഒരുപാട് ദിവസമായി വിളിച്ചിട്ട് ഇന്ന് പോലും വിളിച്ചിട്ട് എനിക്ക് രാമനാട്ടുകാരുടെ ഒരു ക്ലാസ് ഉണ്ട്, ആ ദിവസത്തെ രാമനാട്ടുകാരുടെ ക്ലാസ് അങ്ങോട്ട് പോവാന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വർഷം എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ സ്കൂൾ ടീച്ചേഴ്സിനോട് പറയുക, അവര് വാട്സപ്പിലെങ്ങാൻ മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ആ ഭാഗത്ത് പോകുമ്പോ എനിക്ക് ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ നമ്പർ കൂടെ ഞാൻ എഴുതി വെക്കാം. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സ്കൂളിൽ സമയം ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അയച്ചോ. എന്റെ നമ്പർ 9946 33 45 41. മലയാളം മാത്രം ആക്കണ്ട, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ചോദിച്ചോട്ടല്ലോ, നമ്മളത് പഠിപ്പിക്കാതെ രക്ഷയില്ല. GK വെച്ച് നിങ്ങൾ ഇംഗ്ലീഷോ മാത്സോ മലയാളമോ EVS എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം. EVS നിങ്ങൾ പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിപ്പിക്കലേ രക്ഷയുള്ളൂ.
ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പാഠത്തിലെയും ആവാസ വ്യവസ്ഥ ഒന്നാമത്തെ പാഠത്തിലുള്ളത്, രണ്ടാമത്തെ പാഠത്തിൽ ഇലകള്, അതിന്റെ ബീജപത്രം, വേര്, 4 വേര്, തായ്വേര് പഠനം, അതുപോലെ പിന്നെ നമ്മുടെ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, സംഭവങ്ങള്, വായുവിന്റെ പരീക്ഷണങ്ങള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ വായിക്കൽ മാത്രമേ രക്ഷയുള്ളൂ. 1 വേർഡ് പഠിപ്പിക്കുക. EVS ചേർത്ത് നമുക്ക് ശരിക്കും പഠിപ്പിച്ചാൽ മാർക്ക് നേടാൻ പറ്റും. ഈ മേത്തിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഈ ഗണിത ഭാഷ എന്ന് ഞങ്ങൾ പറയും. ഗണിത ഭാഷ മനസ്സിലാവാത്ത അവസ്ഥ കൊണ്ട് മക്കള് തെറ്റിക്കുന്ന ഒരു പരിപാടി. ഓക്കെ, ഏതായാലും നിങ്ങളെ സ്കൂളിൽ പറയൂ. ഞാൻ ആ ഭാഗങ്ങളിൽ ഏതെങ്കിലും പോകുമ്പോ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാം. എല്ലാ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കി ടീച്ചറിനോട് പറഞ്ഞിട്ട് അവർ വിളിക്കും, നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഞാൻ ഒരിക്കൽ പറയുന്നു, ഈ ഗ്രൂപ്പിൽ നേരിട്ട് കയറാത്ത കുട്ടികൾ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ നേരിട്ട് കയറാം. സ്കൂൾ ഗ്രൂപ്പിൽ അഥവാ നിങ്ങൾക്ക് മെസ്സേജ് തരാൻ മിസ്സായി പോകുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൂടെ അറിയുകയും ചെയ്യാം. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ല വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.